ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. യേശുവിൻ പേർക്കായി പാടു സഹിച്ചിടാം, ക്രൂശെടുത്തു കൊണ്ടനുഗമിച്ചിടാം. ക്രിസ്തേശുവിൻ പേർക്കായി പാടു സഹിച്ചിടാം, ക്രൂശെടുത്തു കൊണ്ടനുഗമിച്ചിടാം. അന്ത്യത്തോളവും സഹിച്ചിടുന്നവർ തേജപൂർണരായി തൻ കൂടെ വാഴുമേ. അന്ത്യത്തോളവും സഹിച്ചിടുന്നവർ തേജപൂർണരായി തൻ കൂടെ വാഴുമേ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ലോകസംഭവങ്ങളെ നാം ഒഴിഞ്ഞു പോകുവാൻ, തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ലോകസംഭവങ്ങളെ നാം ഒഴിഞ്ഞു പോകുവാൻ, തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ഏതു നേരത്തും അതിജാഗ്രതയായി ഉണർന്നും പ്രാർത്ഥിച്ചും തൻ വരവിനൊരുങ്ങിടാം. ഏതു നേരത്തും അതിജാഗ്രതയായി ഉണർന്നും പ്രാർത്ഥിച്ചും തൻ വരവിനൊരുങ്ങിടാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. തൻ തിരുമുൻപിൽ നാം നിർമ്മലരായി നിഷ്കളങ്കരായി ജീവിച്ചിടണം. തൻ തിരുമുൻപിൽ നാം നിർമ്മലരായി നിഷ്കളങ്കരായി ജീവിച്ചിടണം. സൽഗുണങ്ങളിൽ സമ്പൂർണനാണവൻ, തൻ പിൻഗമിപ്പവർ തന്നെ പോലാകണം. സൽഗുണങ്ങളിൽ സമ്പൂർണനാണവൻ, തൻ പിൻഗമിപ്പവർ തന്നെ പോലാകണം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. വിശുദ്ധന്മാർഗണം എടുക്കപ്പെട്ടിടുമ്പോൾ കൈവിടപ്പെടുന്നോർ സംഭ്രമിച്ചിടുമേ. വിശുദ്ധന്മാർഗണം എടുക്കപ്പെട്ടിടുമ്പോൾ കൈവിടപ്പെടുന്നോർ സംഭ്രമിച്ചിടുമേ. വിശുദ്ധ ജീവിതം ചെയ്തു ജീവിപ്പോൾ വിശുദ്ധരാജനോടെന്നും വാഴുമേ. വിശുദ്ധ ജീവിതം ചെയ്തു ജീവിപ്പോൾ വിശുദ്ധരാജനോടെന്നും വാഴുമേ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ഈ ലോകമേറ്റവും നിന്ദിച്ചിരുന്നവർ വന്നിതരാകാൻ കാലമടുത്തു
ഈ ലോകമേറ്റവും നിന്നിച്ചിരുന്നവർ വന്നിതരാകാൻ കാലമടുത്തു പോ. സത്യമാർഗത്തിൽ നിലനിന്നതാം ജനം നിത്യയുഗങ്ങൾ വാഴും കാന്തയാ. സത്യമാർഗത്തിൽ നിലനിന്നതാം ജനം നിത്യയുഗങ്ങൾ വാഴും കാന്തയാ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. മനുഷ്യജീവിതത്തിൽ സമയത്തിൻ്റെ വില വളരെ വലുതാണ്. ഓരോ സമയങ്ങൾ കഴിയുന്തോറും നാം നമ്മുടെ നിത്യതയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷണപ്രഭാ ചഞ്ചലം എന്നെല്ലാം നാം കേട്ടിട്ടുണ്ടല്ലോ. മനുഷ്യൻ്റെ ഈ ഓട്ടപ്രദർശനത്തിനുള്ളിൽ പിന്നിട്ട കാലങ്ങൾ നാം സ്തുത്യർഹമായ ജീവിതം നയിച്ചുവോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തോട് പറ്റിച്ചേർന്ന് നിന്നുവോ? പോയ കാലത്തിൻ്റെ കാര്യങ്ങൾ നാം വിചാരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അല്പം കൂടിയെല്ലാം നല്ല രീതിയിൽ ജീവിക്കാമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ജീവിതത്തിലെ ഈ പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ കുറേ കൂടി മെച്ചമായ രീതിയിൽ ദൈവത്തോടടുത്ത് ദൈവവഴിയിൽ സഞ്ചരിക്കാമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? കർത്താവായ യേശുക്രിസ്തു നമുക്ക് ദാനമായി നൽകിയ കഴിവുകൾ നാം വിനിയോഗിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു നൽകിയ താലന്തുകൾ നാം പൂർണ്ണമായിട്ടും വിനിയോഗിച്ചുവോ? യേശുക്രിസ്തുവിനോട് ചേർന്നാണോ നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? ഇവകളെല്ലാം നമുക്ക് ഓരോ സമയങ്ങളിൽ ചിന്തിക്കുവാനായി ഇട നൽകുന്നു. ആത്മീയമായി നോക്കുകയാണെങ്കിൽ നാം പിന്നിട്ട വഴികളിൽ ആത്മീയ പാപ്പരത്വത്തിലായി ഏതെങ്കിലും ഫോഷ്കായ രീതിയിൽ നമ്മുടെ ആത്മീയം നാം ചിലവഴിച്ചു കളഞ്ഞുവോ? എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം യഥാസ്ഥാനപ്പെടുത്തുന്ന സുവിശേഷമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഒരുവന് നിശ്ചയദാർഢ്യങ്ങൾ നൽകുന്ന സുവിശേഷമാണ്. ഒരുവന് തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വീണ്ടെടുത്തു കൊണ്ടുവരുന്ന സുവിശേഷമാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. ആ സുവിശേഷമാണ് നാം ഉദ്ഘോഷിക്കുന്നത്. പരാജയങ്ങൾ എത്ര വന്നാലും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രത്യാശ നൽകുന്ന സുവിശേഷമാണ്. ആ യേശുവിൻ്റെ സുവിശേഷത്തിനായിട്ടാണ് നാം ഇറങ്ങിത്തിരിക്കേണ്ടത്. അതിനായിട്ടാണ് നാം കാതോർക്കുന്നത്. തിരുവചനത്തിൽ നിന്നൊരു വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. 318 സഭാപിതാക്കന്മാർ ചേർന്ന് നിക്യ സുന്നകദോസിൽ എടുത്ത വിശ്വാസ പ്രമാണവും നിശ്ചയദാർഢ്യങ്ങളും അപ്പോസ്തോലിക സഭയെ മുന്നോട്ട് നയിക്കുവാൻ ഏറെ പ്രയോജനകരമായി തീർന്നു. പിന്നിട്ട കാലങ്ങളിൽ സഭയ്ക്ക് അവരെടുത്ത ഏറ്റവും ഉചിതവും ആയ തീരുമാനങ്ങൾ എല്ലാം മുതൽക്കൂട്ടായി വന്നു. ഇവിടെ അപ്പോസ്തോലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയദാർഢ്യത്തിലാണ് ഈ വാക്യം എഴുതി നമ്മോട് സംസാരിച്ചത്. താനിനി ഭാവിയിൽ എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് ഈ വാക്യത്തിൽ സുനിശ്ചിതമാണ്. അപ്പോസ്തോലൻ്റെ പോയ കാലത്തെക്കുറിച്ച് നല്ല ബോധ്യം അപ്പോസ്തോലനുണ്ട്. ആത്മീയ ജീവിതത്തിൽ വന്ന പാപ്പരത്വത്തെക്കുറിച്ച് അപ്പോസ്തോലന് നല്ല നിശ്ചയദാർഢ്യമുണ്ട്. അപ്പോസ്തോലനറിയാം നാം പോയ കാലത്തിൻ്റെ മൂഢത്തരങ്ങളിലും ആത്മാവിൻ്റെ നഷ്ടം വന്ന സംഗതികളും എല്ലാം അപ്പോസ്തോലന് ഹൃദയത്തിലേക്ക് വരികയാണ്. ദേവാലയ ഭക്തി ഒരു ദൈവഭക്തിയായി വിചാരിച്ചു നടന്ന അനേകം കാലങ്ങൾ അപ്പോസ്തോലൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഭൗതികമായ അനേകം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. 4 ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ ചെന്നാൽ അപ്പോസ്തോലനെ ബഹുമാനിക്കാനും അഭിവാദ്യം ചെയ്യുവാനും ആളുകളുണ്ടായിരുന്നു. താൻ എന്തെങ്കിലുമെല്ലാം ചെയ്താൽ അത് ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന തോന്നൽ പ്രതീതി സൃഷ്ടിക്കുവാൻ അപ്പോസ്തോലന് ആ കാലങ്ങളിൽ സാധിച്ചിരുന്നു. എന്നാൽ ആ ഒരു സ്വയപ്രശംസയുടെ ഒരു ആധിക്യത്തിൽ അപ്പോസ്തോലൻ
ഒരുപക്ഷെ തൻ്റെ പൂർവ്വകാലത്ത് ജീവിച്ചിട്ടുണ്ടാവണം. അതിനെക്കുറിച്ച് വ്യക്തമായി നാം മനസ്സിലാക്കുന്നത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അപ്പോസ്തലനുണ്ടായ ആ സ്വയത്തിൻ്റെ കാര്യത്തെ അവിടെ പരാമർശിക്കുന്നുണ്ട്. സ്വയത്തിലും ജഡത്തിലും ആയിരിക്കുന്ന ചില വിഷയങ്ങൾ അപ്പോസ്തലന് ഉണ്ടായിരുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തിൻ്റെ നീതി സംബന്ധിച്ച് അനിന്യൻ, ഇങ്ങനെ ക്ഷുത്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ്. ഇങ്ങനെ അപ്പോസ്തലന് പറയുവാനുള്ള പല മേഖലകളും ഉണ്ടായിരുന്നു. ഈഗോ അഥവാ സ്വയത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതത്തിന് വക നൽകുന്ന കാര്യങ്ങളായിരുന്നു അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഭൗതികമായ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന കാലത്ത്, എന്നാൽ ഈ ലേഖനം എഴുതുന്ന ഫിലിപ്പിയ ലേഖനം എഴുതുന്ന ഈ സമയത്ത് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത്. ഇപ്പോൾ അപ്പോസ്തലന് ഈ ഭൗതികമായ സ്വാതന്ത്ര്യം ഇല്ല. അവിടെ അടച്ചിട്ട മുറികളും കാവലിന് പടയാളികളുമാണുള്ളത്. അവിടെ ശരീരം അനക്കുവാനോ ശരീരം കൊണ്ട് ഒന്നും ചെയ്യുവാനോ പറ്റാത്ത ഭൗതികമായ സ്വാതന്ത്ര്യങ്ങൾ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോസ്തലൻ്റെ മനസ്സ് തുള്ളുകയാണ്. അപ്പോസ്തലൻ്റെ മനസ്സ് സ്വതന്ത്ര വികായസിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം പോവുകയാണ്. യേശു ക്രിസ്തുവാണ് അപ്പോസ്തലൻ്റെ ഹൃദയം മുഴുവനായി നിൽക്കുന്നത്. കണ്ണടച്ചാൽ യേശു ക്രിസ്തു, കണ്ണ് തുറന്നാൽ യേശു ക്രിസ്തു, ഒരു വാക്കുച്ചരിച്ചാൽ യേശു ക്രിസ്തു, ഒരു നോട്ടം നോക്കിയാൽ യേശു ക്രിസ്തു, ഒരു ശുശ്രൂഷ ചെയ്താൽ യേശു ക്രിസ്തു, എന്തെങ്കിലും എഴുതിയാൽ യേശു ക്രിസ്തു. അങ്ങനെ സകലതും സർവവും യേശു ക്രിസ്തുവുമായി ജീവിക്കുകയാണ്. അടച്ചിട്ട മുറികളാണെങ്കിലും ശരീരം അനക്കാൻ പറ്റുകയില്ലെങ്കിലും സ്വതന്ത്ര വികായസിൽ അപ്പോസ്തലൻ്റെ മനസ്സ് യേശുവിന് മുൻപാകെ പോവുകയാണ്. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കുവാൻ അപ്പോസ്തലന് സാധിച്ചു. ഭൗതിക ജീവിതത്തിൽ തനിക്ക് കിട്ടിയ പേരും മഹിമയും എല്ലാം വെറും ചപ്പും ചവറെന്നും എണ്ണുവാനും എല്ലാം ഛേദമെന്ന് എണ്ണുവാനും അപ്പോസ്തലന് ദൈവം ഭാഗ്യം ചെയ്തു കൊടുത്തു. എന്നാലിപ്പോൾ ഭൗതികമായി തൻ്റെ ശരീരം കാരാഗൃഹത്തിനുള്ളിലാണെങ്കിലും ജഡം ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിലും ആത്മാവ് സ്വാതന്ത്ര്യത്തിൽ വിഹരിക്കുകയാണ്. ജഡം മാത്രമേ തടങ്കലിൽ ആയിട്ടുള്ളൂ. ആത്മാവിനെ തടങ്കലിലാക്കുവാൻ സാധിച്ചില്ല. AD 49 തന്നെ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമതത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന്. ഈ ലോകം തരുന്ന സ്വാതന്ത്ര്യം മ്ലേച്ഛതകൾക്കുള്ള സ്വാതന്ത്ര്യമാണെന്ന് അപ്പോസ്തലൻ തിരിച്ചറിയുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം അത് വചനത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം അത് സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. യേശു ക്രിസ്തു നമ്മെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വഴികൾ പൂർത്തീകരിച്ചു തരുവാൻ യേശു ശക്തനാണെന്നുള്ള വിശ്വാസം അപ്പോസ്തലന് വന്നു. സഹോദരന്മാരെ, നമ്മെ നടത്തുവാനും നമ്മെ പരിപാലിക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുവാനും യേശു ശക്തനാണ്. യേശുവിന് അധികാരമുണ്ടെന്നുള്ള ആ വിശ്വാസമാണ് നമുക്ക് വരേണ്ടത്. ശതാധിപന് ആ വിശ്വാസമാണ് ആദ്യം വന്നത്. ശതാധിപൻ തൻ്റെ ഭൃത്യന് വേണ്ടി യേശുക്രിസ്തുവിനെ കാണുവാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അവൻ തെരുവിലേക്ക് ഇറങ്ങിച്ചെന്ന് യേശുവിനെ കാണാൻ പോവുകയാണ്. അവിടെ യേശുവിനെ കണ്ടെത്തുമ്പോൾ പരിശുദ്ധനായ യേശുക്രിസ്തുവിനെ തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ശതാധിപന് മടി തോന്നുകയാണ്. അവൻ പറയുകയാണ്, മഹാപരിശുദ്ധനായ യേശുക്രിസ്തുവിന് ഈ പാപിയായ എൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ യാതൊരു യോഗ്യതകളും എനിക്കില്ല എന്ന്. ശതാധിപൻ തൻ്റെ പാപിയാണെന്ന് അവിടെ ഏറ്റുപറയുകയാണ്. കൂടാതെ അതിലും ഉപരിയായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെയാണ് ശതാധിപൻ അവിടെ പ്രഘോഷിക്കുന്നത്. ശതാധിപൻ പറയുകയാണ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന്. നീ അവിടെ തന്നെ നിന്നാൽ മതി. നീ എൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ അവിടെ നിന്ന് അധികാരത്തിൻ്റെ സ്വരമായ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന്. യേശുക്രിസ്തു അധികാരമുള്ളവനാണെന്നുള്ള ആ വിശ്വാസമാണ് നമ്മൾക്ക് വരേണ്ടത്. യേശുക്രിസ്തു സകലതും നടത്തി തരുവാനുള്ള ശക്തനാണെന്നുള്ള വിശ്വാസമാണ് നമുക്ക് വരേണ്ടത്. എല്ലാം അറിയുന്നവനായ യേശുക്രിസ്തു എല്ലാം നടത്തി തരുവാൻ ശക്തനാണെന്നുള്ള വിശ്വാസം. ശതാധിപന്റെ വിശ്വാസത്തെ കർത്താവായ യേശുക്രിസ്തു അടിവരയിട്ട് കൊണ്ട് പറഞ്ഞു, ഇസ്രായേൽ ജനത്തിൽ കൂടി ഇങ്ങനെയുള്ള ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന്. തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ പോലും ഇത്രത്തോളം യേശുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് യേശു തമ്പുരാനോട് പറയുകയാണ്. നാം വായിച്ച ആ വാക്യം വേദഭാഗം ഒരു പ്രാവശ്യം കൂടി നമുക്ക് വായിച്ചു കേൾക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട്
ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. 4 കാര്യങ്ങളാണ് അപ്പോസ്തലൻ ഇവിടെ ഊന്നി പറയുന്നത്. അതിൽ ഒന്നാമതായി പറയുന്നത് ഒന്ന് ഞാൻ ചെയ്യുമെന്നാണ്. അത് അപ്പോസ്തലൻ എടുക്കുന്ന തീരുമാനമാണ്. ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്ത് കാര്യമാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റി പോകുമെന്നുള്ളത്. നാം എന്താണ് സഹോദരങ്ങളെ ചെയ്യേണ്ടത്? യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് പിൻപറ്റി നിൽക്കുക. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് പിൻപറ്റി നിൽക്കുക. പരിശുദ്ധാത്മാവിൻ്റെ വചനത്തോട് നാം ചേർന്ന് നിൽക്കുക. സ്ഥാപിത താല്പര്യങ്ങളും വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ലാത്ത ഈ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ ആ വചനം അനാഥത്വം മാറ്റുന്ന വചനമാണ്. അശരണത്വം മാറ്റിത്തരുന്ന വചനമാണ്. ആത്മീയ പാപ്പരത്വങ്ങൾ മാറ്റിത്തരുന്ന ഈ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കും എന്നതാണ് അപ്പോസ്തലനെടുക്കുന്ന തീരുമാനം. വചനം ആത്മീയ അന്ധതകളെയെല്ലാം മാറ്റുമെന്ന് അപ്പോസ്തലന് നല്ല നിശ്ചയമുണ്ട്. ഈ വചനത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം ഓരോരുത്തരെയും തൊടുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറമാണ് നമുക്ക് വേണ്ടത് സഹോദരങ്ങളെ. അതുകൊണ്ട് നാം ഒന്ന് ചെയ്യുക. മറ്റൊന്നും ഒരുപാടൊന്നും ചെയ്യുവാൻ നമുക്കില്ല. നമ്മൾ വളരെ ബലഹീനരും ശക്തി കുറഞ്ഞവരുമാണ്. എന്നാൽ നമുക്ക് ചെയ്യേണ്ടതൊരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തോട് നാം പറ്റി നിൽക്കുക. ഒരിക്കലും യേശുവിൻ്റെ വചനത്തിൽ നിന്ന് വള്ളിപുള്ളി മാറാത്ത ഒരു ജീവിതം അനുഷ്ഠിക്കുക. അതാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. തക്ക സമയത്ത് ചെയ്യുക എന്നുള്ളത്. അന്ന് യെരീഹോവിൻ്റെ തെരുവിലൂടെ ഒരു വലിയ ജാഥ കടന്നു വരികയായിരുന്നു. അവിടെ ആരവാരവം കേട്ട് അവിടെ വഴിയരിൽ ഭിക്ഷ ചായച്ചുകൊണ്ടിരുന്ന കുരുടനായ ഭർത്തിയുമായി എഴുന്നേറ്റ് ചോദിക്കുകയാണ്, എന്താണ് ഈ ആരവാരം എന്ന് ചോദിച്ചു. അവിടെ ഉള്ളവർ പറഞ്ഞു, ഇത് കർത്താവായ യേശു ക്രിസ്തു നടന്നു വരികയാണ്. നസറാനായ യേശു നടന്നു വരുന്നുവെന്ന്. അവൻ മറ്റൊന്നും വിചാരിച്ചില്ല. അവൻ ചാടി എഴുന്നേറ്റു. യേശു ഈ പ്രോസഷൻ്റെ മുൻപിലാണോ നിൽക്കുന്നത്, അതെയോ മധ്യഭാഗത്താണോ, അതെയോ ഏറ്റവും പുറകിലാണോ നിൽക്കുന്നത്, ഒന്നും അവൻ അറിയില്ല. അവനറിയാം, അവന് കണ്ണ് കാണുകയായിരുന്നെങ്കിൽ അവൻ ഓടിച്ചെന്ന് യേശു ക്രിസ്തുവിൻ്റെ പാദത്തിലേക്ക് വീണേനെ. അവൻ ഓടിച്ചെന്ന്, അവൻ്റെ ഹൃദയത്തിലൊരാഗ്രഹമുണ്ട്, എനിക്ക് കണ്ണ് കാണുകയായിരുന്നെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് യേശുവിൻ്റെ തൊങ്കലിൽ നിന്ന് തൊട്ടേനെ എന്ന്. അവൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്നാൽ അവൻ നിസ്സഹായനാണ്. അവൻ അന്ധനായതിനാൽ അവന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്നാൽ അവൻ ചെയ്യേണ്ട കാര്യം യഥാസമയം കൃത്യമായി ചെയ്തു. ഒരു കാര്യമേ അവൻ ചെയ്തുള്ളൂ. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കുന്നു. മിണ്ടാതിരിക്കുവാൻ പലരും പറയും. അത്യുച്ചത്തിൽ കരയണ്ട എന്നെല്ലാം പറയും. ദൈവത്തെ സ്തുതിക്കണ്ട, പുകഴ്ത്തണ്ട എന്നെല്ലാം പറയും. എന്നാൽ ഒന്ന് അവൻ ചെയ്തു. കൃത്യസമയത്ത് അവൻ കർത്താവിനെ വിളിച്ചു. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നുള്ള നിലവിളി. സഹോദരങ്ങളെ, നമുക്കും യേശു ക്രിസ്തുവിന് മുമ്പാകെ കരയാമല്ലോ. ഒന്ന് നമുക്ക് ചെയ്യാമല്ലോ. അയ്യം വിളിച്ച് നമുക്ക് കരയാമല്ലോ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ കാണുന്നവനായ യേശു ക്രിസ്തുവിന് മുമ്പാകെ നമുക്ക് കരയാമല്ലോ. യായിറോസിനും ഇത് തന്നെയായിരുന്നു അനുഭവം. യായിറോസിന്റെ ജീവിതത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നതും സമാനമായ സാഹചര്യത്തിലാണ്. തൻ്റെ ഏകമകൾ അവൾ ദീനം പിടിപ്പെട്ട് മരിപ്പാറായപ്പോൾ അനേകരെല്ലാം കടന്നു വന്നു. പ്രമാണിയായതിനാൽ പള്ളിയിൽ നിന്നെല്ലാം ആളുകൾ കടന്നു വന്നു. ഒരുപക്ഷെ മഹാപുരോഹിതന്മാർ കടന്നു വന്നിട്ടുണ്ടാകും. അവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. തൻ്റെ മകളുടെ രോഗം ഭേദമാക്കുവാൻ ആർക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം യായിറോസ് തിരിച്ചറിയുകയാണ്. അവൻ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. യേശുവിനെ തേടി തെരുവിലേക്ക് ഇറങ്ങുന്നു. യേശു ക്രിസ്തുവിനെ തേടി തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അവൻ്റെ അന്തരംഗങ്ങൾ വായിച്ച യേശു ക്രിസ്തു അവനെ തേടി വരികയാണ്. സഹോദരങ്ങളെ, നാം യേശുവിന് മുമ്പാകെ ഒരടി മുന്നോട്ട് ചെല്ലുമെങ്കിൽ യേശു 100 അടി വെച്ചുകൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ഒരു കാഴ്ച ഒന്ന് നാം ചെയ്യുന്നു. അപ്പോസ്തലനെടുത്ത തീരുമാനം ഒന്ന് ഞാൻ ചെയ്യും, യേശു ക്രിസ്തുവിന് കൂടെ നിൽക്കുമെന്നുള്ളത്. രണ്ടാമതായി അപ്പോസ്തലൻ എന്ത് ചെയ്തു? ഞാൻ പിമ്പിലുള്ളതൊക്കെയും മറക്കുമെന്ന്. അനേകമായ പാപങ്ങൾ, അക്രമങ്ങൾ, പേക്കൂത്തുകൾ എല്ലാം നടമാടിയ ഒരു ജീവിതമായിരുന്നു അപ്പോസ്തലൻ്റേത്. നോക്കിയാൽ ആ യാതൊരു വെണ്മയും പ്രസാദവുമുള്ള ഒരു ജീവിതമായിരുന്നില്ല. കുരുടടക്കപ്പെട്ട ഒരു ജീവിതവുമായി അപ്പോസ്തലൻ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അതൊന്നും തിരിച്ചറിയുവാൻ ആ കാലങ്ങളിൽ അപ്പോസ്തലന് കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ അപ്പോസ്തലൻ തീരുമാനിക്കുകയാണ്, പിമ്പിലുള്ളതൊക്കെ ഞാൻ മറക്കുമെന്ന്. ഇനി പാപത്തെ താലോലിക്കേണ്ടതായ യാതൊരു സാഹചര്യങ്ങളും ഇല്ല എന്ന്. ഇനി ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചോ അക്രമപ്പേക്കൂത്തുകളെക്കുറിച്ചോ ആലോചിച്ച് സമയം കളയുവാനില്ല. പിമ്പിലുള്ളതൊക്കെ ഞാൻ മറക്കുകയാണ്. സഹോദരന്മാരെ, സമാനമായും അക്രമങ്ങളും പേക്കൂത്തുകളും അസമാധാനങ്ങളും പരാധീനതകളും പരിഭവങ്ങളുമായി നമ്മുടെ ജീവിതത്തിൽ നാം കഴിഞ്ഞുകൂടിയിട്ടുള്ള ഒരു പാസ്റ്റ് നമുക്കുണ്ടെങ്കിൽ നാം അതെല്ലാം മറക്കണം. അന്തഛിദ്രങ്ങളും കുടുംബത്തിലെ സംഘർഷങ്ങളും എല്ലാം ആഭിചാര ബന്ധനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അതെല്ലാം നാം മറക്കണം. നാം ക്രിസ്തുവിനെ മാത്രം നോക്കിപ്പോകണം. ഇനി അതെല്ലാം നാം മറക്കേണ്ട സമയമായി. അപ്പോസ്തലൻ പിമ്പിലുള്ളതൊക്കെയും മറന്നു. യൗസേപ്പ് തന്റെ ജീവിതത്തിൽ മിസ്രൈം മന്ത്രിയായിരിക്കുമ്പോൾ സഹോദരന്മാർ അവന്റെ മുമ്പാകെ വന്നു ഓച്ചാനിച്ച് നിൽക്കുകയാണ്. സഹോദരങ്ങളെ യൗസേപ്പ് തിരിച്ചറിഞ്ഞു. യൗസേപ്പിന് പഴയ കാലത്തിലെ പ്രതികാര ചിന്തകൾ ഒന്നും വരുന്നില്ല. എല്ലാം മറക്കുകയാണ് യൗസേപ്പ്. സഹോദരങ്ങളെ കെട്ടിപ്പിടിച്ച് പരസ്പരം ആനന്ദ അശ്രുക്കൾ പൊഴിക്കുകയാണ്. എന്നാൽ അതുപോലെ തന്നെ സമാനമായും ആ യൗസേപ്പിന്റെ പിതാവായി യാക്കോബും എല്ലാം മറന്നു കളയുകയായിരുന്നു. കാലങ്ങൾ തൻ്റെ മകനായ യൗസേപ്പിന്റെ രക്തം പുരണ്ട അങ്കിയും കെട്ടിപ്പിടിച്ചു ചേർന്ന് ആ യാക്കോബ് കരഞ്ഞിട്ടുണ്ട്. എന്നാൽ തൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാം മറക്കുവാൻ തയ്യാറായി. തൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു. യൗസേപ്പ് മിസ്രയീം കൊട്ടാരത്തിൽ നിന്ന് അയച്ച രഥങ്ങൾ കണ്ടപ്പോൾ അപ്പനായ യാക്കോബിന് ചൈതന്യം വന്നു. യാക്കോബ് എല്ലാം മറക്കുകയായിരുന്നു. സഹോദരങ്ങളെ, നമുക്കും പിന്നിട്ട വഴികളിൽ ഈ ലോകത്ത് വന്നിരിക്കുന്ന വ്യതിരിക്തമായ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്നതായ സകല മ്ലേച്ഛതകളും എല്ലാം നമുക്ക് മാറാം. നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഈ ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം സഹോദരങ്ങളെ. അതുകൊണ്ട് പാസ്റ്റിനെ ചിന്തിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അതെല്ലാം കർത്താവിന് മുമ്പാകെ ഏറ്റുപറഞ്ഞ കഴുകൽ പ്രാപിച്ചിട്ട് നമുക്കൊരു മുന്നോട്ടുള്ളൊരു പ്രയാണം ആരംഭിക്കാം. ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു ഓട്ടം നമുക്ക് തേക്കാം സഹോദരങ്ങളെ. പിന്നിലുള്ളതെല്ലാം മറക്കുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ കൃപ വരുന്നത്. പിമ്പിലുള്ളത് മറക്കുമ്പോഴാണ് യേശു ക്രിസ്തുവുമായിട്ട് ഒരു ചങ്ങാത്തം വരുന്നത്. നാം മനഃപൂർവ്വം തന്നെ അത് മറക്കണം സഹോദരങ്ങളെ. എല്ലാം നാം മറക്കണം. സങ്കീർത്തനങ്ങൾ 45:10 വാക്യം നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. സ്വജനത്തെയും സ്വന്തം പിതൃഭവനത്തെയും മറക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമായ അസ്തിത്വങ്ങളെ ഒന്ന് മറക്കുക എന്നാണ്. സ്വന്തമായ മുറുകപ്പിടിക്കലുകളെ മറക്കുക എന്നാണ്. സ്വന്തമായ അഭിമാനത്തെ മറക്കുക എന്നാണ്. ഇതെല്ലാം മറന്നിട്ട് സ്വയത്തെ ക്രൂശിച്ചിട്ട് സ്വന്തമായ മുറുകപ്പിടിക്കലുകളെ എല്ലാം മറന്നു കഴിയുമ്പോൾ രാജാവ് നമ്മുടെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അപ്പോൾ രാജകുമാരൻ മണവാളനായി നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ആ രാജാവിന് വേണ്ടി നമ്മൾ ആടയാഭരണങ്ങൾ അണിയുമെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 45:13, 14, 15 കൂടി നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. ദൈവത്തിന് സ്തോത്രം. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കുകയാണ്. രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നത് ആടയാഭരണങ്ങൾ അണിയിച്ചുകൊണ്ടാണ്. അവൻ രാജകുമാരൻ വന്ന് നമുക്കുള്ള ആടയാഭരണങ്ങൾ അണിയിച്ചുകൊണ്ട് നമ്മെ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം നാം സ്വാതന്ത്ര്യം പ്രാപിച്ച് നിൽക്കുന്നവരാണ്. നാം പിതൃഭവനത്തെയും പിതൃദേശത്തെയും ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി നീക്കപ്പെട്ട ജനതയാണ്. യേശുക്രിസ്തുവിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ജനമാണ്. അതുകൊണ്ട് അവൻ നമ്മെ ആ വിരുന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവൻ തൻ്റെ മണിയറയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരികയാണ്. നമ്മെ രാജവസ്ത്രം അണിയിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നാം ഒന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു. പിമ്പിലുള്ളതൊക്കെയും മറന്നുകൊണ്ട് മുമ്പിലുള്ളതിനായി ആയണം. മൂന്നാമതായി അപ്പോസ്തലൻ പറയുന്നത് മുമ്പിലുള്ളതിനായി ആയണമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. മുമ്പിലുള്ളതിനായി ആയണമെങ്കിൽ നാം പിമ്പിലുള്ളതെല്ലാം മറന്നു കളയണം. പിതൃദേശത്തെയും ചാർച്ചക്കാരെയും എല്ലാം അപ്പോസ്തലൻ മറന്നു കളഞ്ഞു. തൻ്റെ ദേവാലയത്തെയും അതിലെ മഹാപുരോഹിതന്മാരെയും എല്ലാം അപ്പോസ്തലൻ ഒരു നേരത്തേക്കെങ്കിലും എല്ലാം മറന്നു കളഞ്ഞു. തൻ്റെ ജീവിതത്തിൽ വന്ന വൈതരണികളെയും വൈഷമ്യങ്ങളെയും എല്ലാം അപ്പോസ്തലൻ മറന്നു കളഞ്ഞു. കാരണം അപ്പോസ്തലനൊരു ലാക്കുണ്ട്. അപ്പോസ്തലൻ്റെ ലാക്ക് എന്താണ്? ഇനി മുന്നോട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള ചിന്തയാണ്. അതിന് മുമ്പിലുള്ളതിനായിട്ട് ആയണമെന്നത്. മൂന്നാമതായി അപ്പോസ്തലൻ്റെ ഹൃദയത്തിൽ വന്ന തീരുമാനവും ദൃഢനിശ്ചയവും അതിന് മുമ്പോട്ട് ആയണമെന്നാണ്. യേശു ക്രിസ്തുവിനെ പിടിക്കുവാൻ നമുക്ക് ഒരു ത്വര വേണം. യേശു ക്രിസ്തുവിനെ പിടിക്കുവാൻ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് നാം വെക്കേണ്ടിയിരിക്കുന്നു. അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് വ്യക്തമായൊരു തീരുമാനവും സമർപ്പണവും നമുക്ക് വന്നേയിരിക്കുകയുള്ളൂ. അതാണ് ആ ആയൽ എന്ന് പറയുന്നത്. അതാണ് ആ ഒരുക്കമെന്ന് പറയുന്നത്. 12 വർഷക്കാലം രക്തസ്രാവമുള്ള സ്ത്രീക്ക് അന്ന് ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബോധ്യമുണ്ടായിരുന്നു. അന്ന് അവൾ ഒരു തീരുമാനമെടുത്തു. കാലങ്ങൾ തൻ്റെ ജീവിതം പാഴായിപ്പോയി. കാലങ്ങൾ ഏറിയോന്ന് ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദമാവാത്ത ഒരു രോഗവുമായി താൻ മല്ലിടുകയാണ്. എന്നാൽ ഇനി
എനിക്ക് അങ്ങനെ ഇളച്ചിരിക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ എൻ്റെ നാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ കാണും. ഇന്ന് ഞാൻ എൻ്റെ നാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ചെന്ന് അവൻ്റെ തൊങ്കലിലൊന്ന് തൊടുമെന്നുള്ള അചഞ്ചലമായ ഒരു വിശ്വാസം, ആ വിശ്വാസവും ആ നിശ്ചയദാർഢ്യവും കൊണ്ടാണ് അന്ന് പ്രഭാതത്തിൽ അവൾ തൻ്റെ ഭവനം വിട്ടിറങ്ങുന്നത് തന്നെ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അവൾ ഭവനം വിട്ടിറങ്ങുന്നത്. കാരണം വലിയൊരു പ്രോസഷൻ നടക്കുമ്പോഴും വലിയൊരാൾക്കൂട്ടം യേശുവിൻ്റെ പിൻഭാഗം പോകുമ്പോഴും ഒരിക്കലും ഇങ്ങനെയുള്ളൊരു സ്ത്രീക്ക് ഒരിക്കലും യേശുവിൻ്റെ തൊങ്കലിൽ തൊടുവാനോ ഒരിക്കലും യേശുവിൻ്റെ അടുക്കലെത്തുവാനോ യാതൊരു സാധ്യതകളുമില്ല. അവിടെ ഒബ്ജക്ഷൻസ് ഉണ്ടാകും, അവിടെ തടസ്സങ്ങളുണ്ടാകും, തടസ്സവാദങ്ങളുണ്ടാകും. എന്നാൽ അത് മറികടക്കുമെന്നുള്ള ആ വിശ്വാസമാണ് ആ സ്ത്രീക്ക് അന്നുണ്ടായത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ, യേശുവിനെ കാണുവാൻ പോകുമ്പോൾ, യേശുവിൻ്റെ സത്യസുവിശേഷത്തിൻ്റെ സാക്ഷികളായി നിൽക്കുമ്പോൾ അനേകം തടസ്സങ്ങൾ നമുക്ക് നേരിടാം. പല ഭാഗത്തു നിന്നും നമുക്ക് അനേകമായ തടസ്സങ്ങൾ നേരിടാം. കുടുംബത്തിൽ തടസ്സങ്ങൾ നേരിടാം, ദേവാലയങ്ങൾ തടസ്സം നേരിടാം, കൂട്ടായ്മകൾ തടസ്സം നേരിടാം, വ്യക്തി ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടാം. എന്നാൽ ഇതിനെ മറികടക്കും. ഞാൻ എൻ്റെ പ്രാണപ്രിയനായ യേശുവിനെ ഇന്ന് തൊടുമെന്നുള്ള ആ വിശ്വാസമാണ് നമുക്ക് വരേണ്ടത്. ആ നിശ്ചയദാർഢ്യത്തോടുകൂടി അവൾ വീട് വിട്ടിറങ്ങുകയാണ്. അവൾ ചെന്നു, അവൾ ആഞ്ഞു, അവളുടെ കൈ യേശുക്രിസ്തുവിൻ്റെ തൊങ്കലിൽ തൊട്ടു. എത്ര മനോഹരമായി പോയി! അവളുടെ ജീവിതം കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തു. അവളുടെ പാപങ്ങൾ, അനേകമായ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ശക്തി സാക്ഷാത്തായി അവളുടെ ഹൃദയത്തിലേക്കും ശരീരത്തിലേക്കും വ്യാപരിച്ചു. എത്ര മനോഹരമായ അവസ്ഥ! പിമ്പിലുള്ളതെല്ലാം മറന്നുകൊണ്ട് മുമ്പിലുള്ളതിനായി ആയുവാൻ പൗലോസ് അപ്പോസ്തലൻ തീരുമാനിക്കുകയാണ്. സഹോദരങ്ങളെ, നാമും അതിനായി മുന്നോട്ട് നീങ്ങിയിരിക്കണം. സക്കായിയുടെ ജീവിതത്തിലും ഒരു ത്വര വന്നു, സക്കായിയുടെ ജീവിതത്തിലും ഒരു ആയൽ വന്നു. അവൻ്റെ ജീവിതത്തിലുള്ള കുറവുകളെക്കുറിച്ച് അവന് നന്നായി അറിയാം. അതുകൊണ്ട് അവൻ മുന്നോട്ടോടുകയാണ്. യേശുവിനെ എങ്ങനെയെങ്കിലും കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ മുന്നോട്ടോടി കാട്ടത്തിമേൽ കയറുകയാണ്. എത്ര ബന്ധപ്പെട്ടാണ് കാട്ടത്തിമേൽ കയറുന്നത്! അവിടെ കയറിയിട്ടായാലും എൻ്റെ പ്രാണപ്രിയനായ യേശുവിനെ എനിക്ക് കാണണമെന്ന് ആ നിശ്ചയദാർഢ്യമാണ് വന്നത്. അതുകൊണ്ട് അവൻ്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റെപ്പായിരുന്നു മുന്നോട്ടോടി കാട്ടത്തിമേൽ കയറുക എന്നുള്ളത്. സഹോദരങ്ങളെ, നാമും മുന്നോട്ടോടി ദൈവത്തിന് സ്തോത്രം, യേശുവിനെ പിൻപറ്റുവാൻ ഒരു ത്വര നമുക്ക് വേണം, ഒരായൽ നമുക്ക് വേണം. എന്തിനു വേണ്ടിയാണ്? നാലാമതായി അപ്പോസ്തലൻ പറയുകയാണ്, ലാക്കിലേക്ക് ഓടുവാൻ വേണ്ടിയാണെന്ന്. ലാക്ക് ഏതാണ്? ലാക്ക് ബയൂല നാടാണ്. ലാക്ക് സ്വർഗരാജ്യമാണ്. ലാക്ക് ഭാഗ്യവീടാണ്. ആ ലാക്കിലേക്കാണ് സഹോദരങ്ങളെ നാം ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നടന്നു പോകാൻ പറ്റുകയില്ല. അവിടെ ഓട്ടപ്രദർശനം നാം നടത്തേണ്ടിയിരിക്കുന്നു. ഒരോട്ടം ഓടേണ്ടിയിരിക്കുന്നു. കാരണം നടന്നു പോയാൽ തീർക്കാവുന്ന വേലയല്ല ഇത്. വേല വിശാലമായി കിടക്കുകയാണ്. വയൽ വിശാലമായി കിടക്കുന്നു, വേല അധികമായി കിടക്കുന്നു. അതുകൊണ്ട് ഇളച്ചിരിക്കുവാൻ നേരമില്ല. സഹോദരങ്ങളെ, നാം ഓടുക തന്നെ ചെയ്യണം. ഈ ഓട്ടക്കളത്തിൽ ഓടുക തന്നെ, വിരുത് പ്രാപിക്കുവാനായി ഓടുക തന്നെ ചെയ്യണം. അപ്പോസ്തലന്റെ ആ നിശ്ചയദാർഢ്യം പോലെ സഹോദരങ്ങളെ, നമുക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് താങ്ങൽ കൊടുത്തുകൊണ്ട്, സുവിശേഷം വാഹകരായിക്കൊണ്ട് യേശു ക്രിസ്തുവിന് വേണ്ടി ഓടണം. യേശു ക്രിസ്തുവിന് വേണ്ടി ഓടുമ്പോൾ ബയൂല നാട് നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ആ ഭാഗ്യ വീട്ടിൽ നാം എത്തുന്ന സുദിനത്തെക്കുറിച്ച്, ആ ഭാഗ്യ വീട്ടിൽ നാം എത്തുമ്പോൾ, അവൻ്റെ കാൽപാദം മുത്തുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദ നിമിഷങ്ങളെ പ്രതി നമുക്ക് സന്തോഷം നൽകുന്നതായിരിക്കുമല്ലോ. അതിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് നാം വീണ്ടും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി കൈത്താങ്ങൽ കൊടുക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിപൂർണമായി സമർപ്പിക്കാം. ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.